ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കുതിരാൻ ക്ഷേത്രത്തിന് സമീപം ഒറ്റയാൻ ഇറങ്ങിയത് ഇന്ന് പുലർച്ചെ. തുടർച്ചയായുള്ള കാട്ടാന ശല്യം മൂലം ഭീതിയിൽ പ്രദേശവാസികൾ. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ കർഷകർ ദുരിതത്തിൽ. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 100 കണക്കിന് ടൺ നെല്ല്. മണ്ണുത്തി അങ്കമാലി ദേശീയപാത കൊരട്ടിയിൽ മേൽപ്പാലം നിർമ്മാണ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ അർദ്ധരാത്രി 1 മണിയോടെയാണ് കുതിരാൻ ക്ഷേത്രത്തിന് സമീപം ഒറ്റയാൻ ഇറങ്ങിയത്. 1 മണിക്ക് ഇറങ്ങിയ ആന 3 മണിയോടെ കാട്ടിലേക്ക് കയറിപ്പോയി. കുങ്കിയാനകൾ എത്തിയതിനു ശേഷം ആദ്യമായാണ് കാട്ടാന നാട്ടിലിറങ്ങിയത്. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ ദുരിതം പേറി കർഷകർ. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 100 കണക്കിന് ടൺ നെല്ല്. 1.5 മാസമായി കൊയ്തെടുത്ത വിരിപ്പൂ കൃഷിയുടെ നെല്ലാണ് പറമ്പുകളിലും വീട്ടുമുറ്റത്തും കിടക്കുന്നത്. സൂക്ഷിക്കാനിടമില്ലാതെ പല കർഷകരുടെയും നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ നെല്ലുണക്കി സൂക്ഷിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അളഗപ്പനഗർ, മറ്റത്തൂർ, വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിലായി ഇത്തരത്തിൽ 100 കണക്കിന് ടൺ നെല്ലാണ് ചാക്കുകളിൽ നിറച്ച് സൂക്ഷിക്കുന്നത്. ഇതോടെ പലിശയ്ക്കെടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയും കൃഷിയിറക്കിയ കർഷകരാണ് കടക്കെണിയിലായത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ, പൂക്കോട്, പച്ചളിപ്പുറം പാടശേഖരങ്ങളിൽ മാത്രം ടൺ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. 200ഓളം കർഷകർ രാപ്പകലില്ലാതെ കൃഷി ചെയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കർഷകർക്കുള്ളത്. വിരിപ്പൂ കൃഷി ചെയ്ത ശേഷം 1 മാസം മുൻപ് മുണ്ടകൻ കൃഷി ഇറക്കിയ കർഷകർക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയാണ് നേരിടേണ്ടി വരുന്നത്. മില്ലുകൾ സംഭരിച്ചു നൽകിയ നെല്ലിന്റെ കുടിശ്ശിക സപ്ലൈകോ കൊടുത്തു തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാട്ടുപന്നി ശല്യവും കനത്ത മഴയും മൂലം വിളവ് കുറഞ്ഞ വിരിപ്പൂ കൃഷിയുടെ നെല്ല് പല കർഷകരും പറമ്പുകളിലും മുറ്റത്തുമിട്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉണക്കിയെടുക്കുന്നത്. ഒരേക്കർ കൃഷി ഇറക്കാൻ 40,000 രൂപയോളമാണ് ചിലവ് വരുന്നത്. സപ്ലൈകോ 1 കിലോ നെല്ലിന് 28 രൂപ 20 പൈസയ്ക്കാണ് സംഭരിക്കുന്നത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ 2% വീണ്ടും കുറയ്ക്കും. ഈ സാഹചര്യത്തിൽ സ്വകാര്യ മില്ലുകളുടെ ചൂഷണവും കർഷകർ നേരിടുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന നെല്ല് 18 രൂപ നിരക്കിൽ സ്വകാര്യ മില്ലുകൾക്ക് കൊടുത്ത കർഷകരും ഏറെയാണ്. നെല്ല് സംഭരണം വേഗത്തിൽ തീർത്ത് കർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാടശേഖര സമിതികൾ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. TCV പുതുക്കാട്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ കൊരട്ടിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കം. 3 സ്പാനുകളുള്ള മേൽപ്പാലത്തിന്റെ പ്രാഥമിക ഘട്ടമായ പൈലിംഗ് ജോലികളാണ് തുടങ്ങിയത്. കരാറിന്റെ കാലാവധി പൂർത്തിയാകാൻ 1.5 മാസം മാത്രം ശേഷിക്കെയാണ് മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ബദൽ റോഡുകളുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ചൊവ്വാഴ്ച തിരക്കിട്ട് ബദൽ റോഡുകളിൽ ടാറിംഗ് നടത്തിയെങ്കിലും വൈദ്യുതി തൂണുകൾ പോലും പൂർണ്ണമായി മാറ്റിയിട്ടില്ല. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇദ്ദേഹത്തിന് പുറമെ വനം വിജിലൻസ് വിഭാഗം CCF ജോർജി പി മാത്തൻ, ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ എന്നിവരും സമിതി അംഗങ്ങളാണ്. സുരക്ഷാ വീഴ്ചയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. തെരുവുനായ്ക്കൾ പാർക്കിനുള്ളിൽ പ്രവേശിച്ച സ്ഥലങ്ങൾ കണ്ടെത്തി. ജീവനക്കാർ വാതിലുകൾ തുറന്നിട്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. 4 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വനം മന്ത്രിയുടെ നിർദ്ദേശം. ഇന്നലെയാണ് 10 പുള്ളിമാനുകളെ തെരുവുനായ്ക്കൾ കൊന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സുവോളജിക്കൽ പാർക്കിലേക്ക് മാർച്ച് നടത്തി. മധ്യമേഖല ഉപാധ്യക്ഷൻ ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. OBC മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ സന്തോഷ് കാക്കനാട്ട് അധ്യക്ഷത വഹിച്ചു. PG മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, പ്രദീപ് ഞാറ്റുവെട്ടി, ആനന്ദൻ പാറക്കൽ,
സുമേഷ് പുന്നക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷമേ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾക്ക് സംഭവിച്ച ദാരുണ അന്ത്യത്തെ സംബന്ധിച്ച് വനം വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം അപര്യാപ്തമാണെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ. മൃഗശാലകളിൽ കൂടുകളിൽ കഴിയുന്ന മൃഗങ്ങളുടെ ആവാസ സൗകര്യങ്ങളെക്കുറിച്ച് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് അറിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സുവോളജിക്കൽ പാർക്കിലെ പക്ഷിമൃഗാദികൾ, അവിടുത്തെ ജീവനക്കാർ, സന്ദർശകർ എന്നിവർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് വിവിധ വകുപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിശദമായ സുരക്ഷാ ഓഡിറ്റിംഗ് ആവശ്യമാണ്. കേന്ദ്ര മൃഗശാല അതോറിറ്റിയിൽ നിന്ന് സാക്ഷ്യപത്രവും അടിയന്തരമായി നേടിയെടുക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി എം പീതാംബരൻ ആവശ്യപ്പെട്ടു. പതിമൂന്നുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 36 വർഷം കഠിന തടവും 2,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പൈങ്കുളം സ്വദേശി കുന്നത്ത് വീട്ടിൽ ബാലചന്ദ്രനെയാണ് തൃശൂർ പോക്സോ കോടതി ശിക്ഷിച്ചത്. വീട്ടുജോലിക്കായി എത്തിയ ഇയാൾ മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ബിസിനസ് തർക്കത്തെ തുടർന്ന് എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി കൊട്ടേഷൻ നൽകിയ കേസിൽ പ്രതി അറസ്റ്റിൽ. അന്തിക്കാട് പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. കണ്ടശാങ്കടവ് സ്വദേശി മേനോത്തുപറമ്പിൽ വീട്ടിൽ ഹരീഷ് എന്ന ആനന്ദിനെതിരെയാണ് പ്രതി കൊട്ടേഷൻ നൽകിയത്. കണ്ടശാങ്കടവ് മാർക്കറ്റിനടുത്ത് പന്നിയിറച്ചി കച്ചവടം നടത്തുന്ന ജസ്റ്റിന്റെ കടയ്ക്ക് സമീപത്തായി സമാന രീതിയിൽ ഹരീഷ് കച്ചവടം നടത്താൻ പുതിയ കട തുറന്നതാണ് വൈരാഗ്യത്തിനിടയാക്കിയത്. ആനന്ദനെ ഒഴിപ്പിക്കാനായി നിരവധി കേസുകളിലെ പ്രതികളായ സൂര്യപുത്രി എന്ന സുനിത, നെടുപുഴ സ്വദേശി ജിത്തു എന്നിവർക്ക് പണം നൽകി കൊട്ടേഷൻ നൽകുകയായിരുന്നു. അന്തിക്കാട് SHO VM കേഴ്സൺ, SI അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള കരാർ ഉറപ്പിച്ചു. ഈറോഡ് ആസ്ഥാനമായുള്ള വെങ്കിടാചലപതി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനമാണ് കരാർ നേടിയിട്ടുള്ളത്. 344.89 കോടി രൂപയാണ് കരാർ തുക. 30 മാസമാണ് നിർമ്മാണ കാലാവധി. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന നിർമ്മാണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടക്കുക. തൃശൂർ കിഴക്കേക്കോട്ടയിൽ അപകടകരമായ രീതിയിൽ തടി കയറ്റിയ ലോറി മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തൊടുപുഴയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് പിടികൂടിയത്. 50,000 രൂപ പിഴ ഈടാക്കി. വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 26 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. ഇതിൽ 8 പേർ നിലവിലെ കൗൺസിലർമാരാണ്. പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ലിസ്റ്റിലുണ്ടാകുമെന്നാണ് സൂചന. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. ആകെയുള്ള 43 വാർഡുകളിൽ 30 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ പാർട്ടി പ്രഖ്യാപിച്ചത്. നിലവിലെ ഭരണസമിതിയിൽ നിന്നും പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ, ഉപലീഡർ TK ഷാജൂട്ടൻ, BJP മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ആർച്ച അനീഷ്, അമ്പിളി ജയൻ, വിജയകുമാരി അനിലൻ, മായ അജയൻ എന്നിവർ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ മുൻ DYFI നേതാവ് KG വിനോദ്, കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്ന KSCG എന്നിവരും BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി. മറ്റ് സ്ഥാനാർത്ഥികളുടെ പട്ടിക 2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. സ്കൂളിൽ കയറി അധ്യാപകനെ മർദ്ദിച്ച കേസിൽ രക്ഷിതാവ് അറസ്റ്റിൽ. ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനേഷാണ് അറസ്റ്റിലായത്. പോഴങ്കാവ് സെന്റ് ജോർജ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി തയ്യിൽ ഭരത് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച സ്കൂളിലെത്തിയ ധനേഷിന്റെ മകൻ അധ്യാപകരോട് പറയാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പിന്നീട് വിദ്യാർത്ഥിയെ അധ്യാപകൻ വീട്ടിൽ ചെന്ന് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു.
കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ഒളിവിൽ തുടരുന്നു. വിയ്യൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ട് 10 ദിവസം പിന്നിട്ടു. തമിഴ്നാട് പോലീസും കേരള പോലീസും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇയാൾ കാണാമറയത്ത് തുടരുകയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 50-ലധികം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. ബാലമുരുകൻ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് എത്തിയെങ്കിലും ഇയാളെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചില്ല. ക്രൂരമായി ആക്രമിച്ച് കവർച്ച നടത്തുന്ന രീതിയാണ് ബാലമുരുകൻ്റേത്. 2026 നിർബന്ധമായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കൊച്ചിയും. Booking.com തയ്യാറാക്കിയ 10 ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിലാണ് ലോകോത്തര ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെട്ട പട്ടികയിൽ കൊച്ചിയും ഇടം നേടിയത്. പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ഡെസ്റ്റിനേഷനാണ് കൊച്ചി. കേരള ടൂറിസത്തിന് ലഭിച്ച ആഗോള അംഗീകാരമാണ് ഇതെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുതിയ നേട്ടം കേരളത്തിന്റെ ടൂറിസം വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരള കോർപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സഹകരണ പെൻഷൻകാർക്ക് DAയും ഇടക്കാല ആശ്വാസവും നൽകാത്ത പെൻഷൻ ബോർഡിന്റെയും വകുപ്പ് മന്ത്രിയുടെയും നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘടന ജില്ലാ പ്രസിഡന്റ് ശ്രീധരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മോഹനൻ തൊമ്മാത്ത്, ട്രഷറർ KM ചാക്കോ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MR രാധാകൃഷ്ണൻ, AJ ജോസഫ്, ഏലിയ P വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. വനിതകൾ ഉൾപ്പെടെ നിരവധി പെൻഷൻകാർ പ്രതിഷേധത്തിൽ അണിചേർന്നു. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് അഭിമാനമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ ശാസ്ത്രമേളയിൽ 209 പോയിന്റുകൾ നേടി തൃശൂരാണ് ചാമ്പ്യന്മാരായത്. ഇതിൽ 25 പോയിന്റ് ചന്ദ്രാപിന്നി HSSനുള്ളതാണ്. സ്കൂളുകളുടെ പ്രകടനം കണക്കാക്കുമ്പോൾ പോയിന്റ് അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ 6ാം സ്ഥാനത്തെത്താൻ ചന്ദ്രാപിന്നിക്ക് കഴിഞ്ഞു. ശാസ്ത്രമേളയിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ +2 വിദ്യാർത്ഥി ഹാനി അബ്ദുള്ള ഹബീബ് A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗം വർക്കിംഗ് മോഡലിൽ സനിൻ കാർത്തിക് എന്നിവരും, ഫൈബർ ഉപയോഗിച്ചുള്ള ഫാബ്രിക്കേഷനിൽ മോഹിത് രാജും A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. ഗണിതശാസ്ത്രമേളയിൽ പ്രശ്നോത്തരി മത്സരത്തിൽ M ഭൂപതിയും A ഗ്രേഡോടെ 1ാം സ്ഥാനം സ്വന്തമാക്കി. NCP മുൻ ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് തൃശൂർ കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി. മുൻ MLA PR ഫ്രാൻസിസിന്റെ മകളായ മോളി ഫ്രാൻസിസ് തൃശൂർ കോർപ്പറേഷൻ 30ാം ഡിവിഷൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി മോനൊടി ഗ്രാമത്തിൽ സൈക്കിൾ യജ്ഞം അരങ്ങേറി. കർണാടകയിൽ നിന്നുള്ള 6-അംഗ സംഘമാണ് വിസ്മയിപ്പിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളുമായി മോനൊടിയിൽ എത്തിയത്. കർണാടകയിലെ മൈസൂർ, ഹാസൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരടങ്ങിയ സംഘമാണ് മോനൊടി കനാൽ പരിസരത്തുള്ള നടന കലാവേദി ഓഫീസിന് മുന്നിൽ സൈക്കിൾ അഭ്യാസവും നൃത്തപരിപാടികളും അവതരിപ്പിച്ചത്. 30-കാരനായ മൈസൂർ മഞ്ജുനാഥും ബെല്ല്, ബ്രേക്ക്, മഡ്ഗാർഡ് എന്നിവ നീക്കം ചെയ്ത് രൂപമാറ്റം വരുത്തിയ സൈക്കിളുമാണ് യജ്ഞത്തിലെ മുഖ്യ താരങ്ങൾ. 4 ചക്രവാഹനങ്ങളുടെ സ്റ്റിയറിംഗ് പോലെ വട്ടം തിരിക്കാവുന്ന ഹാൻഡിലുള്ള സൈക്കിളിലിരുന്ന് അസാമാന്യ മെയ്വഴക്കത്തോടെ മൈസൂർ മഞ്ജുനാഥും സഹപ്രവർത്തകരായ ലക്ഷ്മണ, ഗോപിനാഥ് എന്നിവർ ചേർന്ന് കാഴ്ചവെച്ച അഭ്യാസ പ്രകടനങ്ങൾ കാണികളെ വിസ്മയം കൊള്ളിച്ചു. തമിഴ്, ഹിന്ദി, മലയാളം ഹിറ്റ് പാട്ടുകൾ അനുസരിച്ചുള്ള നൃത്തപരിപാടികളും സൈക്കിൾ അഭ്യാസത്തിനിടെ അരങ്ങേറി. സംഘത്തിലെ രാധ, തേജാവതി എന്നിവരും നൃത്തത്തിന് ചുവടുവെച്ചു. വർണ്ണവിളക്കുകളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച തൂണിന് ചുറ്റും വൃത്താകൃതിയിൽ രൂപപ്പെടുത്തിയ ചെറിയ മൈതാനത്തിലാണ് സൈക്കിൾ യജ്ഞം അരങ്ങേറിയത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ടയാൽ അരമണിക്കൂറിന് ശേഷം ജീവനോടെ പുറത്തു വരുന്നതും, നെഞ്ചിൽ ട്യൂബ് ലൈറ്റുകൾ അടിച്ചുടയ്ക്കൽ, വെള്ളം നിറച്ച കുടം കടിച്ചു പിടിച്ചുകൊണ്ട് സൈക്കിളിൽ വലം വെക്കൽ തുടങ്ങിയ സാഹസിക പ്രകടനങ്ങളും ഇവർ കാഴ്ചവെച്ചു. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രകടനം. സൈക്കിൾ അഭ്യാസമാണ് സംഘത്തിന്റെ ജീവനോപാധി. അഭ്യാസ പ്രകടനവുമായി രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് സംഘത്തിലെ പ്രധാനിയായ മൈസൂർ മഞ്ജുനാഥൻ പറഞ്ഞു. കർണാടക, ಹಾಸನ್,
ಮಕ್ಕಳ ಕೇರಳದಲ್ಲಿ ಮೊತ್ತಂ 5 ವರ್ಷമായിട്ടില്ല 5 വർഷത്തിലെ ഒരു ഗ്രാമ പ്രദേശങ്ങളിൽ രണ്ട് ദിവസം പരിപാടി തിരുവനന്തപുരം കൊച്ചി കൊല്ലം പിന്നെ വർക്കല അപ്പോൾ അതിലെല്ലാം പോയി മൊത്തം നമ്മൾ ഒരു 6 ആളുണ്ട് ഒരു ഞങ്ങൾ ഭാര്യ ചേട്ടന്നു ഞങ്ങൾ അച്ഛന്നു പിന്നെ ഞങ്ങളൊരു ഫാമിലി കൊണ്ട് ഒരു 2 ടീമുണ്ടല്ലോ നമ്മത് ഒരു ടീമല്ല 2 ടീമുണ്ട്. പ്രകടനം കണ്ട് മനസ്സു നിറഞ്ഞ കാണികൾ നൽകുന്ന ചെറിയ തുകകളാണ് ഇവരുടെ വരുമാനം. കാണികളിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന സാധനങ്ങൾ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതിലൂടെയും ചെറിയ വരുമാനം ലഭിക്കും. വേനൽ മാസങ്ങളിൽ സൈക്കിൾ യജ്ഞവുമായി നാട് ചുറ്റാനിറങ്ങുന്ന സംഘം അത് കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചെത്തി കൃഷിപ്പണികളിൽ മുഴുകും. 80കളുടെ അവസാനം വരെ ഗ്രാമാന്തരങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സൈക്കിൾ യജ്ഞം ടെലിവിഷൻ അടക്കമുള്ള നവവിനോദ ഉപാധികൾ വന്നതോടെയാണ് ഗൃഹാതുര ഓർമ്മയായി മാറിയത്. TCV കൊടകര. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ രാമവർമ്മ അപ്പൻ തമ്പുരാൻ 150ാം ജന്മവാർഷികാഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു. അയ്യന്തോൾ അപ്പൻ തമ്പുരാൻ സ്മാരക മന്ദിരത്തിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചേരുവിൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരനായ ഡോക്ടർ S. K. വസന്തൻ, രമേശ് തമ്പുരാൻ, ഡോക്ടർ VC സുപ്രിയ, P. വിനോദ് എന്നിവർ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, അപ്പൻ തമ്പുരാൻ സ്മാരകം മ്യൂസിയം ഗൈഡ് TV അനിത, അപ്പൻ തമ്പുരാൻ സ്മാരക വായനശാല പ്രസിഡന്റ് M. ഹരിദാസ്, സെക്രട്ടറി AP രാജൻ എന്നിവർ പങ്കെടുത്തു. പ്രധാനം അവസർപ്പണം അതിലെ എളവള്ളൂർ എന്ന സ്ഥലം പഴയന്നൂർ എളനാട് റോഡിൽ പാറക്കൽ മില്ല് സ്റ്റോപ്പിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. സ്വകാര്യ ബസ്സിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കും ഇരുചക്ര വാഹന യാത്രികർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. 10ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് പാവറട്ടി മണലൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമര സംഗമം നടത്തി. വിദേശത്ത് നിന്നും തിരിച്ചു വരുന്നവരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ സമരം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് KC ഖാദർമോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ, പോൾസൺ കാഞ്ഞിരത്തിങ്കൽ, ജമാൽ തിരുനെല്ലൂർ, NK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. LDF കയ്പമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. കളമുറിയിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TV സുരേഷ്, ER ജോഷി, MD സുരേഷ്, മുഹമ്മദ് ചാമക്കാല തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. സ്കൂൾ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് സ്വദേശി ഷഫീഖ്. കഴിഞ്ഞ 21 വർഷമായി വിവിധ കലോത്സവ ഇനങ്ങളുടെ പരിശീലകനായി പ്രവർത്തിക്കുന്ന ഷഫീഖ് ഇക്കുറി പരിശീലിപ്പിച്ച 120ഓളം കുട്ടികളാണ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയത്. ഇവർക്ക് മുഴുവൻ A ഗ്രേഡും പലർക്കും 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങളും ലഭിച്ചു. വട്ടപ്പാട്ട്, തിരുവാതിരക്കളി, നാടകം, ഒപ്പന, മൂകാഭിനയം, മോണോ ആക്ട്, മിമിക്രി തുടങ്ങി വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഷഫീഖ് പരിശീലിപ്പിക്കുന്നുണ്ട്. 1999 കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷഫീഖ് 25 വർഷമായി പ്രൊഫഷണൽ വേദികളിൽ സജീവമാണ്. സുഹൃത്ത് നസീർ മാടവനെയുമൊത്ത് മലബാർ മർഹബ എന്ന പേരിലുള്ള നൃത്ത ഗ്രൂപ്പ് നടത്തിവരികയാണ് ഷഫീഖ്. ഈ വർഷത്തെ കലോത്സവത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു വിജയം തന്നെ പറയാം. ഈ വർഷം 121ഓളം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ഈ 121ഓളം വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും A ഗ്രേഡിന് അർഹമായി. 1, 2, 3 സ്ഥാനങ്ങളിലും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 6ഓളം സ്കൂളുകൾക്ക് ഇതുപോലെ വിവിധ ഇനങ്ങളിൽ പരിശീലനം നടത്തിയിട്ട്
ഉള്ള കുട്ടികളാണ് 121ഓളം വിദ്യാർത്ഥികൾ. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഈ വർഷത്തിൽ എ ഗ്രേഡ് മേടിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിനകം 1300ഓളം വേദികളിൽ ഇവർ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. 2018 IFFKയിൽ പ്രദർശിപ്പിച്ച ഓത്ത് ഉൾപ്പെടെ 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഷഫീഖ് നിരവധി ഷോർട്ട് ഫിലിമുകളുടെയും സംഗീത ആൽബങ്ങളുടെയും ഭാഗമായിട്ടുണ്ട്. അടുത്തയാഴ്ച നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് കുട്ടികളെ ഒരുക്കുന്ന തിരക്കിലാണ് ഷഫീഖ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ബാംഗ്ലൂരിൽ നടന്ന രണ്ടാമത് നാഷണൽ കൾച്ചറൽ പൈതിയൻ ഗെയിംസ് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിന് അഭിമാന നേട്ടം. 60 കിലോ സീനിയർ വിഭാഗത്തിൽ കണ്ടശാംകടവ് സ്വദേശി ഹരി KM ഗോൾഡ് മെഡൽ നേടി. വനിതകളുടെ 70 കിലോ വിഭാഗത്തിൽ പട്ടിക്കാട് സ്വദേശി സൗമ്യ CS ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. KM ഹരി മുൻ ലോക പഞ്ചഗുസ്തി താരമാണ്. രണ്ടുപേരും ദേശീയ റഫറി ടീം അംഗങ്ങൾ കൂടിയാണ്. ഡിസംബറിൽ റഷ്യയിൽ വെച്ച് നടക്കുന്ന ലോക പൈതിയൻ കൾച്ചറൽ ഗെയിംസ് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരുവരും പങ്കെടുക്കും. CPI മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ തൃശൂർ ലോക്സഭാംഗവുമായിരുന്ന C. ജനാർദ്ദനന്റെ 31ാം ചരമവാർഷിക ദിനം CPI ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ അധ്യക്ഷത വഹിച്ചു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി T. ഗോപിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചീരക്കുഴി ഇറിഗേഷൻ പദ്ധതിക്ക് ജലവിഭവ വകുപ്പ് 2,23,00,000 രൂപ അനുവദിച്ചു. പുനർനിർമ്മാണം, നവീകരണം എന്നിവയ്ക്കാണ് തുക അനുവദിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിന് ജനപ്രതിനിധികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നുംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ DEO T. രാധ നിർവഹിച്ചു. കുന്നുംകുളം AEO A. മൊയ്തീൻ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ ഷീബ ജോസ്, പ്രധാന അധ്യാപകരായ ബീന C. ജേക്കബ്, KA സുജിനി, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ജോൺ നമ്പഴിക്കാടിന് ചടങ്ങിൽ ഉപഹാരം നൽകി. അവസരങ്ങളും അവർക്ക് ഉപയോഗിക്കാം, അവർക്ക് തെളിയിക്കാം. കേരള സ്റ്റേറ്റ് പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് മത്സരത്തിൽ സ്വർണം നേടിയ ഭിന്നശേഷി താരം ഗബ്രിയലിനെ തൃശൂർ പാട്ടുരായ്ക്കലിലെ വസതിയിൽ ആദരിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ഗബ്രിയലിന് മൊമെന്റോ നൽകി. ജെറാൾഡ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. ഏഞ്ചൽ ആന്റോ, N. മുരളീധരൻ, ജെറോം പോന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. വല്ലാത്തൊരു രീതിയിൽ തന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രതിനിധി സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. KGOF ജില്ലാ പ്രസിഡന്റ് അപ്സര മാധവ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ KGOF നേതാക്കളെ ആദരിക്കലും MB സുനിൽകുമാർ മെമ്മോറിയൽ കർമ്മശ്രേഷ്ഠ പുരസ്കാര വിതരണവും നടന്നു. സമ്മേളനത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ജീവനക്കാരുടെ ആവശ്യങ്ങളും സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഫാദർ ഡൺസ്റ്റൺ ഒലക്കെങ്കിൽ അനുസ്മരണം നടന്നു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ റാഫി നീലങ്കാവിൽ സംവിധാനം ചെയ്ത സത്യവഴിയിലെ നിത്യസഞ്ചാരി എന്ന വെബ് സീരീസിന്റെ പ്രകാശനവും റക്ടർ നിർവഹിച്ചു. ഫാദർ പോളി പയ്യപ്പള്ളി, ഫാദർ ഫ്രാൻസിസ് കണിച്ചിക്കാട്ടിൽ, ഫാദർ ജോൺ മരിയ വിയാനി, KA ജോസൻ, AL കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാവായിരുന്ന VS ശിവിന്റെ 6ാം ചരമവാർഷിക അനുസ്മരണം അന്തിക്കാട് നടത്തി. അന്തിക്കാട് സെന്ററിലും VS ശിവിന്റെ വീട്ടിലുമായി നടന്ന ചടങ്ങ് CPM ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. VK പ്രദീപ് അധ്യക്ഷത വഹിച്ചു. KV രാജേഷ്, AK അഭിലാഷ്, KR രബീഷ്, VA ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ഹോമിയോപ്പതി പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ സുമയ്യ ഷാഫി, ഡോക്ടർ ആമിന നൌറിൻ,
കാഴ്ച പരിമിതികളെ മറികടന്ന് ഉപജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനത്തോടെ എ ഗ്രേഡ് ഉൾപ്പെടെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ 6ാം ക്ലാസ് വിദ്യാർത്ഥി വൈഖാൻ എന്നിവരെയാണ് ആദരിച്ചത്. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖ പ്രസിഡന്റ് പി.കെ. ഹംസ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് പി.എ. മൊയ്തു, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ.കെ. മുഹമ്മദ് ഹാജി, പി.ബി. മുഹമ്മദ് ഹാജി, വാർഡ് മെമ്പർ കെ.എസ്. അനിൽകുമാർ, കെ.എം.സി.സി നേതാവ് പി.എം. നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. സി മുകുന്ദൻ എം.എൽ.എയുടെ ജീവചരിത്രം വിശപ്പും വിവേചനവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. വലപ്പാട് സ്വദേശി ലാൽ കച്ചിലമാണ് പുസ്തക രചയിതാവ്. എഴുത്തുകാരായ പ്രൊഫസർ വി.ജി. തമ്പി, സി മുകുന്ദൻ എം.എൽ.എ, സോണിയ തമ്പി എന്നിവർ ചേർന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗങ്ങളായ ഇ.വൈ. സുധീർ, പ്രതീഷ് ചിത്തറ, കെ.എച്ച്. ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ കരട് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ടി ഗോകുലൻ CPM ആദ്യകാല നേതാവായ കൃഷ്ണകുമാറിന് നൽകി കരട് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനേശൻ അധ്യക്ഷനായിരുന്നു. CA സുനിൽകുമാർ, ടി രവീന്ദ്രൻ, ജോളി അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെയും നിർഭയയുടെയും നേതൃത്വത്തിൽ അഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ, പ്രിവന്റീവ് ഓഫീസർ ലത്തീഫ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭന, നിർഭയ വളണ്ടിയർ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണവും ശീവേലിപ്പുരയുടെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും ഈ മാസം 13-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 75 ലക്ഷം രൂപ ഉപയോഗിച്ച് പഴയ നടപ്പുര പൊളിച്ചുമാറ്റി 4 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ശശിധരൻ കൊട്ടേക്കാട്ട്, സൂര്യൻ പൂവശ്ശേരി, ഗോപി കോരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുമനയൂർ ഇസ്ലാമിക് സ്കൂളിന്റെ മാനസ ഗ്രാമത്തിലെ പാലിയേറ്റീവ് അംഗത്തിന് വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികൾ സ്ഥലം വാങ്ങി നൽകി. വിദ്യാർത്ഥികൾ വിവിധ ചാലഞ്ച് നടത്തി സമാഹരിച്ച തുകയും സ്കൂളിലെ VHS പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് കാരുണ്യ പ്രവൃത്തി നടത്തിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കുതിരാൻ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കുതിരാൻ ക്ഷേത്രത്തിന് സമീപം ഒറ്റയാൻ ഇറങ്ങിയത് ഇന്ന് പുലർച്ചെ. തുടർച്ചയായുള്ള കാട്ടാന ശല്യം മൂലം ഭീതിയിൽ പ്രദേശവാസികൾ. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ കർഷകർ ദുരിതത്തിൽ. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 100 കണക്കിന് ടൺ നെല്ല്. മണ്ണുത്തി അങ്കമാലി ദേശീയപാത കൊരട്ടിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കം. ബദൽ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ പ്രദേശത്ത് ഗതാഗത കുരുക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. സുരക്ഷാ വീഴ്ചയെന്ന പ്രാഥമിക നിഗമനം. അന്തിമ റിപ്പോർട്ട് 4 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.